അപ്പോൾ വേര് ഡെവലപ്പ് ചെയ്ത് ഫുള്ളായിട്ട് നിൽക്കുന്നത് ഞാൻ എയറിലേക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 ആഴ്ചത്തേക്ക് മുമ്പ് എയർ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫൈക്കസ് വയർനെസ് ആണിത്. ഒരു ഫൈക്കർ വയർനെസ് ഡോർഫ് വെറൈറ്റി. അത് എയർ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന കൊമ്പ് വേരൊക്കെ വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ വേര് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ തന്നെ കാണിച്ചോ. നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് കണ്ട, ഇത്ര നല്ലൊരു ഗ്രോത്തായി. ഒരു 10 days കൊണ്ട് ഈ നിൽക്കുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് കണ്ട, ഇതിൻ്റെ ഒരു അൺവാണ്ടഡ് ഗ്രോത്താണ്. നമുക്ക് ഇത് ഡോമിനേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ അത് ഷോർട്ട് ആൻഡ് ചെയ്യൽ നടന്ന് നമുക്കൊരു നല്ലൊരു പ്ലാന്റും കിട്ടി. ഇതാണ് ഡബിൾ എഫക്റ്റാണ് ഇതിന്. 2 അഡ്വാൻറ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് എയർ ലെയറിങ് നിങ്ങൾ പഠിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഹലോ എവരിവൺ, ലീനസ് ബോൺസായ് ഡെസ്റ്റിനേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എയർ ലെയറിങ് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റ് എയർ ലെയറിങ് ചെയ്യണം എങ്ങനെയാണെന്നുള്ള പലരും ചോദിക്കുന്ന സംശയമാണ്. എയർ ലെയറിങ് ചെയ്യണം എങ്ങനെയാണെന്ന്. എയർ ലെയറിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൺസായുമായിട്ട് ബന്ധപ്പെട്ട അധികം എയർ ലെയറിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും ചില സാഹചര്യങ്ങളിൽ എക്സസ് ഓഫ് ഹൈറ്റിൽ പ്ലാന്റ് പോയി കഴിഞ്ഞാൽ അത് എയർ ലെയർ ചെയ്ത് 2 പ്ലാന്റ് ആക്കാം. അതുപോലെ നമ്മളുടെ റെക്കോർഡ് ഹൈറ്റിലും റെക്കോർഡ് ഷേപ്പിലും വെച്ച് പ്ലാന്റ് എയർ ലെയർ ചെയ്ത് മറ്റൊരു പ്ലാന്റ് ആക്കി എടുക്കാം. അത് വളരെ എളുപ്പമാണ്. ഒരു സീഡ്ലിംഗ് ഇട്ട് പിടിച്ച് വളർന്ന് വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കാം. അതുപോലെ വിത്തിട്ട് മുളപ്പിച്ച് വലുതാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ അതേ സ്വഭാവവും അതേ ക്വാളിറ്റിയോടുകൂടി ഒരു പ്ലാന്റ് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഫൈക്കസൊക്കെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ വേര് പിടിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എയർ ലെയറിങ് ചെയ്യണം എങ്ങനെയാണെന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എയർ ലെയർ ചെയ്യാൻ പോകുന്നത് ഫൈക്കസ് ടൈഗർ ബാർക്ക് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല ബ്യൂട്ടിഫുൾ ട്രങ്കോട് കൂടിയ ഒരു പ്ലാന്റാണ്. പക്ഷേ കാര്യം ഇതിൻ്റെ വേറെ ഇതൊന്നും ഇല്ലതുണ്ടോ, നല്ല ട്രങ്ക്, നല്ല റൂട്ട് ഫോമിങ്, ബ്രാഞ്ചസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈറ്റ് നമുക്ക് കുറച്ചുകൊണ്ട് വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ റെക്കോർഡ് ലെങ്ത്തിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ബ്രാഞ്ച് ഇവിടെ വരും. പക്ഷെ നമുക്ക് ഈ ഒരു ബ്രാഞ്ച് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യാനും പറ്റും, മറ്റൊരു പ്ലാന്റും കിട്ടും. അപ്പം ഡബിൾ അഡ്വാൻറ്റേജാണ് നമുക്ക് കിട്ടുന്നത്. ഇത് താഴത്തുനിന്നൊരു പ്ലാന്റ് കിട്ടും, മുകളിൽ നിന്നൊരു പ്ലാന്റ് കിട്ടും. അപ്പോൾ നമ്മളുടെ ചെയ്യാവുന്ന ഒരു സീഡ്ലിംഗ് ഇട്ട് വളർന്നു വരുന്നൊരു ലോങ് പ്രോസസ്സ് നമുക്ക് വളരെ ഷോർട്ട് ടൈം കൊണ്ട് അഡ്വാൻറ്റേജായിട്ട് ഒരു നല്ലൊരു പ്രോംപ്റ്റ് മെറ്റീരിയലും കിട്ടും, നല്ല പൊട്ടൻഷ്യൽ മെറ്റീരിയൽ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം, ഇത് കണ്ട, ഇത് ഒരു ട്വിൻറിങ്ങിന് കറക്റ്റ് പാകമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എയർ ലെയർ, ഈ ഭാഗത്തു നിന്ന് എയർ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്ലാന്റായിട്ട് കിട്ടും, ഇത് വേറൊരു പ്ലാന്റായിട്ട് വളരുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എയർ ലെയർ ചെയ്യുന്നത് വളരെ നിസ്സാരമാണ്. വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫൈക്കസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. അപ്പോൾ എയർ ലെയർ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്പാഗ്നമോസാണ്. സ്പാഗ്നമോസിനെ പറ്റി ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. സ്പാഗ്നമോസാണ് ഈസി ആയിട്ട് റൂട്ട് ഫോർമേഷന് പറ്റിയത്, സ്പാഗ്നമോസ്. പിന്നെ റൂട്ടിംഗ് കോമ്പൗണ്ട്, പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ് റൂട്ടക്സ്. പിന്നെ നല്ലൊരു നൈഫ് വേണം, നല്ല ഷാർപ്പ് നൈഫ് വേണം. പിന്നെ നമ്മളുടെ ബോൺസായ് കട്ടർ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഫോയിലാണ്. അലൂമിനിയം ഫോയിലുണ്ടെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ കിട്ടുകയും ചെയ്യും, ഹ്യൂമിഡിറ്റി ഫോം ചെയ്ത് വേഗം വേര് വരാൻ സഹായിക്കും. നമുക്ക് ഇത് പൊസിഷനിൽ കറക്റ്റായിട്ട് ചുറ്റി വെക്കാനുള്ള കമ്പി, നേരിയ കമ്പി ആയാലും മതി, അതാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ചരട് എന്തെങ്കിലും ഒരു വള്ളിയായാലും മതി. അപ്പോൾ ഇനി നമ്മൾക്ക് എയർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ എയർ ലെയറിങ് പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കണതാണ്. നമ്മൾ ഈ പൊസിഷനിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഹൈറ്റ് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ നോക്കുക. എന്നിട്ട് അവിടെ നിന്ന് അൺവാണ്ടഡ് ബ്രാഞ്ചസൊക്കെ കളയുക.
ഉണ്ടോ ഇപ്പോൾ ബ്രാഞ്ചസ് എല്ലാം കളഞ്ഞ് ബ്രാഞ്ചസ് അൺവാണ്ടഡ് ബ്രാഞ്ചസൊക്കെ കളഞ്ഞിട്ട് ഇത് കണ്ടോ ഈ റിക്വയർഡ് പൊസിഷനിലാണ് നമ്മൾ ലെയർ ചെയ്യാൻ പോണം. ഇപ്പോൾ ഇത് ഇവിടെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ട്വിൻ ട്രങ്കായിട്ട് കറക്റ്റ് ഇത് ഡെവലപ്പ് ചെയ്ത് പോയേക്കണേ. ഇത് കണ്ടോ ഇത് ഒരു ചെറിയ ബ്രാഞ്ച് ഇത് ഇത്തിരി അല്പം കൂടി തെക്കണം കൂടി ഇത് ലീഡറായിട്ട് പോവും ഇതൊക്കെ ആവും. അപ്പോൾ ഇതിൻ്റെ താഴത്താണ് നമ്മൾ ചെയ്യാൻ പോണം. അപ്പോൾ നല്ലൊരു നൈഫ് എടുത്തിട്ട് നമ്മൾ ആദ്യം ലെയർ ചെയ്യുന്ന ഭാഗത്ത് 2 റിങ് ഇടുക. റിങ് ഇടുമ്പോൾ അതിൻ്റെ ബാർക്ക് ശരിക്കും കട്ടായിട്ട് പോണം. ഏകദേശം ഒരു ഇഞ്ച് വരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡയമീറ്ററിൻ്റെ 2 ഭാഗം എന്നാണ് ശരിക്കും പറയുന്നത്. അങ്ങനെയൊന്നും കറക്റ്റായിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഇപ്പോൾ ഞാനൊരു 3/4 ഇഞ്ചാണ് ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ ആണ് ഇടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ റിങ് ഇടുമ്പോൾ നല്ലപോലെ ഇടുക, പൊളിഞ്ഞ് താഴത്തോട്ട് വരാൻ പാടില്ല. എന്നിട്ട് പതുക്കെ തിക്കിയിട്ട് ഈ ബാർക്ക് എടുത്ത് കളയുക. ഇപ്പോൾ നമ്മൾ ബാർക്കിൽ നിന്ന് ഒരു 2 റിങ് ഉണ്ടാക്കി ആ ഡിസ്റ്റൻസിലുള്ള ഇത് എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഈ ക്യാമ്പിയോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ചെറിയൊരു വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ്. അത് പതുക്കെ ഒന്ന് ചീവി കളയുക. അതാണ് ബാർക്ക് വലുതാകുന്നതിനും വുഡ് വലുതാകുന്നതിനും സഹായിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അത് പതുക്കെ കളഞ്ഞിട്ട് നിന്നാണ് വേര് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ പോർഷനിൽ ബാർക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വളം താഴത്തുനിന്ന് മുകളിലോട്ട് ഉള്ള ഈ മൂവ്മെൻറ്റ് കുറയും. അതിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക് റൂട്ട്സ് മുകളിൽ നിന്ന് ഫോം ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അല്പം റൂട്ടെക്സ് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്നാണ് വേര് വരേണ്ടത്. അപ്പോൾ നല്ലപോലെ ഇത്തിരി റൂട്ടെക്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പലതരത്തിലും ആൾക്കാർ എയർ ലെയർ ചെയ്യാനുള്ള ഇങ്ങനെ സ്റ്റഫ് ചെയ്യാനുള്ള ഇതുണ്ടാക്കുന്നുണ്ട്. ചിലവരൊരു ചെറിയ പോട്ട് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു പോട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന മെത്തേഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ അലുമിനിയം ഫോയിൽ വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടി അല്പം ചൂടാക്കി കഴിയുമ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ട് വേഗം വേര് വരാനുള്ള സാധ്യത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ക്ലിയറായിട്ട് താഴത്തുനിന്ന് കളഞ്ഞ കേട്ടോ. ഇത് കളഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ബ്രാഞ്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇതുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് പതുക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരിക. അധികം ഹൈറ്റൊന്നും വേണ്ട, ഹൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കിയാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് ചുരുട്ടരുത്. ഒരു ബോൾ പോലെ വരുന്ന വിധത്തിൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഇതിൻ്റെ വോളിയം ഓഫ് ദ സ്പാഗ്നമോസ് ഇതിൻ്റെ അകത്ത് കയറുന്ന വിധത്തിൽ വെക്കുക. വെച്ചിട്ട് ആദ്യം അടിയിലൊന്ന് നോട്ട് ചെയ്യുക. അടിയിലെ നോട്ടൊന്ന് ശരിയായിട്ട് ഇത്തിരി ബലത്തിൽ തന്നെ ചെയ്താൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അടിയിലെ വശം അല്പം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ ഇത്തിരി റെസ്ട്രിക്ഷനാവും. റെസ്ട്രിക്ഷനായി കഴിയുമ്പോൾ മുകളിൽ നിന്ന് വേര് വരാനുള്ള ടെൻഡൻസി വേഗമാവും. എന്നിട്ട്
ഇത് ഈ ഫോയിൽ പേപ്പർ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലോട്ട് വന്ന് നിൽക്കും. പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി സ്ട്രഗിൾ ചെയ്യണം. ഇത് വേണ്ട വിധത്തിൽ ഇങ്ങനെ നമുക്ക് റിക്വേർഡ് ഷേപ്പിലോട്ട് വേഗം കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് പ്രിഫർ ചെയ്യണം. പിന്നെ സ്പാഗനം മോസ് നനച്ചെടുക്കുക. ഇത് കണ്ട വെള്ളം വീഴുന്നതാണ്, കണ്ട. സ്പാഗനം മോസ് നനച്ചെടുത്തിട്ട് ഫില്ല് ചെയ്യുക. എല്ലാ വശത്തോട്ടും ഈവൺലി ചെല്ലാൻ ശ്രമിക്കുക. ഇത് അത്ര വലിയ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കണക്ക് ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് പുതിയ വേര് വന്ന് പുതിയൊരു ഇതായി കഴിയുമ്പോൾ. എന്നിട്ട് ഇത് നല്ലപോലെ ടൈറ്റാക്കി, ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതാണ്, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത് മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരു നോട്ടിടുക. നോട്ടിട്ട് ഇതിൽ അല്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ളൊരു ഇതും കൂടിയാവും. അതാണ് ഈ അലൂമിനിയം ഫോയിലിൻ്റെ പ്രത്യേകത. ഒരു ഫണൽ പോലെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ പറ്റും. ഇപ്പോൾ എയർ ലെയറിങ് പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ്, ഇനി നമ്മൾക്ക് ഇത് ഓൾറെഡി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ സ്പാഗനം മോസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന് ഈർപ്പമുണ്ട്. പിന്നെ ഫൈക്കസിന് അധികം വലിയ സ്ട്രഗിളൊന്നും വേണ്ട, വേഗം പിടിക്കും. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ വേര് വരും. ഞാനിനി എയർ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫൈക്കസ് വേര് വന്നിരിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഇടയ്ക്ക് ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് ഇപ്പോൾ അല്പം ഷെയ്ഡിൽ വെച്ചാലും അല്ലെങ്കിൽ നേരിയ വെയിലൊക്കെ കിട്ടിയാലും ഇതിന് ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കൊന്ന് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾ അപ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. വേര് വന്നൊന്ന് തുറന്ന് നോക്കണ്ട. ആഫ്റ്റർ ഒരു 12 വീക്സ്, ആഫ്റ്റർ 2 വീക്സ് നോക്കിയാൽ മതി. 2 വീക്സ് ആയി കഴിയുമ്പോൾ ഓൾറെഡി വേരൊക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് ഫുള്ളായി കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലീനസ് ബോൺസായ് ഡെസ്റ്റിനേഷൻ ബൈ.